ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് വീട്ടിലേക്ക് വരണ്ട, ഇനി എൻ്റെ വീട്ടിൽ നീ കാല് കുത്തി പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിലാസിനയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയും, നിങ്ങളുടെ മകളെ ഇവിടെ തന്നെ അങ്ങ് നിന്നോട്ടെ, എൻ്റെ വീട്ടിലേക്ക് കയറ്റി വിടണ്ട എന്ന് പറയുമ്പോൾ വിലാസിനി കരഞ്ഞിട്ട് പറയും, ചന്ദ്രേ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ മുറിവേൽപ്പിക്കല്ലേ, വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാന്ന്. കാല് പിടിച്ചാലൊന്നും നിങ്ങളുടെ മകനോട് ഞാൻ ക്ഷമിക്കത്തില്ല, അവനെ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത് എന്ന് പറഞ്ഞ് നേരെ ശരത്തിന്റെ അടുത്തേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് കോളറിൽ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ലടാ, നിന്നെ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബഹളമൊക്കെ കേട്ടിട്ട് നാട്ടുകാർ ഓടിക്കൂടുന്നുണ്ട്. എന്താ ഇവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാത് ചോദിക്കാന്ന് ചോദിക്കുക കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെ കുറെ നേരമായല്ലോ നിങ്ങളുടെ അക്രമം തുടങ്ങിയിട്ട്, നിങ്ങളുടെ ക്യാഷ് മോഷ്ടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാരിലൊരു സ്ത്രീ പറയുന്നുണ്ട്, അതിനിങ്ങനെ വീട്ടിൽ വന്ന് അക്രമം നടത്തുകയാണോ വേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണമെന്ന് പറയും. അത് പറയാൻ നീ ആരടി എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയും, ഇവരെ ഞങ്ങൾക്ക് സ്വന്തക്കാരെ പോലെയാ, ഇവരെ എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങളത് നോക്കി നിൽക്കത്തില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും വിളിച്ചൊരൊറ്റ പോക്കാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മുടെ ശരത്ത് ഇങ്ങനെ കരയാണ് കേട്ടോ. ആ സമയത്ത് വിലാസിനി വന്നിട്ട് ശരത്തിനെ പൊതിരെ അടിക്കുകയാണ്. എന്നിട്ട് പറയും, ഇതിൽ പരം ഒരു അപമാനം സഹിക്കാൻ വയ്യ, നീ എല്ലാവരെയും കൂടെ അങ്ങ് കൊന്നേക്കടാ, അല്ലെങ്കിൽ വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ വിലാസിനി അകത്തേക്ക് പോകുന്നു. രേവതിയും ദേവും കൂടെ പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ശരത്ത് ഉള്ളിൽ കയറുമ്പോഴേക്കും നമ്മുടെ രേവതി വന്ന് വഴക്ക് പറയാം കേട്ടോ. നീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാ, വാശിക്ക് വേണ്ടിയിട്ട് പണം മോഷ്ടിക്കാൻ നിനക്ക് എവിടുന്നാടാ ഇത്ര ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ, ആന്റണിയാണ് ആ ധൈര്യം തന്നത്, എന്നോട് മോഷ്ടിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ശരത്ത്. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്റെ പിന്നാലെ മുഖം മറിച്ച് ഇരിക്കുന്നത് ആന്റണി അല്ലേ, അവൻ്റെ കൂടെ ഇപ്പോൾ ചേരാത്തത് കൊണ്ടാണോ അവൻ വീഡിയോ പുറത്ത് വിട്ടേന്ന്. ആ സമയത്ത് നമ്മുടെ ശരത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആന്റണിയുടെ ഫോണിലെ വീഡിയോ അല്ല അത്, സച്ചേട്ടൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ. ശരത്തെ നീ എന്താടാ പറഞ്ഞത്, സച്ചേട്ടൻ്റെ ഫോണിലെ വീഡിയോ? അതെ ചേച്ചി, സച്ചേട്ടന് ഞാൻ പണം മോഷ്ടിച്ചത് ഇതിന് മുന്നേ അറിയാമെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് പറയും, അതിനാണ് സച്ചേട്ടൻ എൻ്റെ കൈ ഒടിച്ചതെന്നൊക്കെ. എന്നിട്ട് കൈ ഒടിഞ്ഞു കിടക്കുമ്പോൾ സച്ചി പോയി കണ്ടതും ഇത് രേവതി അറിഞ്ഞാലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ദേവുവിനും അമ്മയ്ക്കും നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചതും എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കേട്ട് ആകെ തരുത്തു പോവാണ് നമ്മുടെ രേവതിയും അമ്മയും. എന്നിട്ട് അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ സച്ചി മോനെ, നിന്റെ കൈ ഒടിച്ചതിന് ഞാൻ എന്തെല്ലാം വഴക്ക് പറഞ്ഞു, വേറെ വല്ലവരും ആണെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചേനെ, അവൻ അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്ന നേരത്തെ നമ്മുടെ രേവതിയും കൂടെ അങ്ങ് ചെന്നിട്ട് പറയും, നിനക്ക് വേണ്ടി അന്ന് എന്തോരം ഞാൻ വഴക്ക് കൂടി പിണങ്ങിയിരുന്നു, എന്നിട്ടും അദ്ദേഹം എന്നോട് അത് പറഞ്ഞില്ല, അദ്ദേഹത്തിനെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ എന്ന് ചോദിക്കുകയാണേ.